ചൈനയെ പ്രകോപിപ്പിച്ച് ഇന്ത്യയും ഫിലിപ്പീൻസും അടുക്കുന്നു. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ സംഘർഷം തുടരുകയാണ്. അതിനിടയിലാണ് ഫിലിപ്പീൻസിന് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതാണ് ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മനിലയിൽ ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി എറിക് മനോലോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിലപാടറിയിച്ചത്. ദക്ഷിണ ചൈന കടലിൽ ചൈന പ്രകോപനം തുടരുന്നതിനിടെ ഫിലിപ്പീൻസ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഇന്ത്യയുമായി കൂടിക്കാഴ്ച നടന്നത്. സമീപകാലത്തായി ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ സുരക്ഷാ പ്രതിരോധ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം വളർന്നിരുന്നു. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യം സ്വന്തമാക്കിയത് ഫിലിപ്പീൻസ് ആയിരുന്നു. സമുദ്ര നിയമങ്ങളെക്കുറിച്ചുള്ള UN ഉടമ്പടി എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓർമ്മിപ്പിച്ചു. ചൈനയെ ഉദ്ദേശിച്ചാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. പരമാധികാരം ഉയർത്തിപ്പിടിക്കാനുള്ള ഫിലിപ്പീൻസിൻ്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ നൽകുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലപാടിൽ പരസ്യമായി തന്നെ ചൈന അതൃപ്തി അറിയിച്ചു. രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സമുദ്രാതിർത്തി പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാനുള്ള അധികാരമില്ലെന്ന് ചൈനീസ് വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ തർക്കം നടക്കുന്ന ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെയും ഫിലിപ്പീൻസിൻ്റെയും നേതൃത്വത്തിൽ നാവികാഭ്യാസം നടത്തുന്നതിനെതിരെ ചൈന നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻസും തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ഇരു നാവികസേനകളും പലതവണ മുഖാമുഖം വന്നിട്ടുമുണ്ട്. ഈ ഭാഗങ്ങളുടെ നിയന്ത്രണം ചൈന അവകാശപ്പെട്ടതിനെ തുടർന്ന് ഫിലിപ്പീൻസിൻ്റെയും ചൈനയുടെയും നാവിക കപ്പലുകൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. തങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കാൻ ചൈനീസ് കപ്പലുകൾ ജനപീരങ്കി ഉപയോഗിച്ചതായി ഫിലിപ്പീൻസ് നാവികസേന ആരോപിച്ചിരുന്നു. ദക്ഷിണ ചൈന കടലിൻ്റെ ഭൂരിഭാഗവും ചൈന അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, ബ്രൂണൈ, തായ്വാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്.